വിനീതമായ നമസ്കാരം. നമ്മുടെ കുഞ്ചകുള ഭഗവതി വിലാസം NSS കരവിഭവത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഭുവനേന്ദ്രൻ നായർ എന്നാണ് പേര്. പിന്നെ ഞാൻ ഈ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരം, അത് തുടക്കം മുതൽ ഈ അവസാനം വരെ ഉള്ള കവിതകൾ സശ്രദ്ധം വായിക്കുകയും അതേപോലെ തന്നെ അതിലെ കാവ്യഭംഗി ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ കവികളെയും നമ്മൾ അടുക്കുകയും മാത്രമല്ല അവരുടെ കൃതികൾ വായിക്കുകയും അതിൽ അറിയാവുന്ന രീതിയിലുള്ള നിരൂപണ അംശങ്ങൾ ഉൾക്കൊള്ളുകയും അത് നിത്യജീവിത യാഥാർത്ഥ്യവുമായിട്ട് ഏതൊക്കെ തരത്തിൽ പൊരുത്തപ്പെട്ട് നിൽക്കുന്നു എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി ഒരു ആലോചന തന്നെ അതിന് ആ കവിതയെപ്പറ്റി നടത്താറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഈ കവിതാ സമാഹാരത്തിൻ്റെ സൃഷ്ടികർത്താവ് ശ്രീ ശരവൺ മഹേശ്വർ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കാലത്തിന് മുമ്പുള്ള അടുപ്പമാണ്. ആ അടുപ്പം എങ്ങനെയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചെറുകഥ ലോഹമേ തറവാട് എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ആ പുസ്തകമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെതായി ആദ്യമേ വായിച്ച് മനസ്സിലാക്കുന്നത്. വായിച്ച് മനസ്സിലാക്കുകയും പഠിച്ചിട്ടുള്ളതുമല്ല. ഞാൻ അതിൽ ആകൃഷ്ടനാവാൻ തന്ന കാര്യം ഈ ലോഹമേ തറവാട്, കാരണം അതിർത്തികളും ദേശങ്ങളും ഒന്നുമില്ല, എല്ലാമാണ്. അപ്പോൾ അതിൻ്റെ തൂണുകൾ ഇന്നതായിരിക്കണം, അതിൻ്റെ ആരൂഢം അത് ഇന്ന രാജ്യമായിരിക്കണം, അതിൻ്റെ മേൽക്കൂര അത് ഒക്കെ ഈ പല രാജ്യങ്ങളുമായിട്ട് ഘടിപ്പിച്ച് അങ്ങനെ ഒരു സംഘടിപ്പിച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എഴുത്തുകാരൻ്റെ മനസ്സ് എന്തുമാത്രം ഈ പ്രപഞ്ചവുമായിട്ട് കൂട്ടിനിൽക്കുന്നെന്നും എത്ര വിശാലമായിട്ടാണ് നമ്മുടെ ദേശങ്ങളെയും അതിരുകളെയും ഒന്നും ഇല്ലാതെ ഇത് കാണിക്കുന്നുവെന്നും ഒക്കെയുള്ള വലിയ ഒരു രീതിയിൽ എനിക്കത് ഞാൻ ഹൃദയത്തോട് തന്നെ ആ പുസ്തകത്തെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പലതും എഴുതിയിട്ടുണ്ട്, പല രാജ്യങ്ങളുടെ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ അഭിമാനം തോന്നിയത് 101 കവിതാ സമാഹാരം എന്ന് പറഞ്ഞ കാലമേ പാർവതിയോട് പറയൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ആ ഉദ്യമത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ മാത്രമല്ല, എന്തുമാത്രം ഈ മാനസികമായി അദ്ദേഹം ഇതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും അതിന് പ്രത്യേകം തയ്യാറെടുപ്പുകൾ നടത്തുകയും മാത്രമല്ല ഈ കവിതകൾ, ഓരോ കവിതയ്ക്ക് വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത അനുഭവങ്ങളുമാണ്. അത് എനിക്ക് ആ കവിതകളിൽ തന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വികലാംഗനായ ഭർത്താവിനെ ഒരു മുച്ചക്ര വാഹനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഈ തള്ളിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് ലോട്ടറി കച്ചവടം എന്തോ ആണ്. ആ തള്ളിക്കൊണ്ട് പോകുമ്പം ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ കലാകാരൻ്റെ കവിയുടെ വീട്ടിൻ്റെ അടുത്തുകൂടെ വരുമ്പോൾ അതൊരു ഇത്തിരി കയറ്റമുള്ള പ്രദേശമാണ്, ഭാഗമാണ് ആ റോഡ്. അപ്പോൾ ഈ കവി തന്നെ ഇറങ്ങി ആ വണ്ടിയിൽ തള്ളിക്കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ അതുപോലെ അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ കടത്തുണ്ട്. 2 നദികൾ വന്ന് കൂടിച്ചേരുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഈ തിരുവല്ലത്തിന് ഇപ്പുറത്താണ് പള്ളത്തുകടവെന്ന് പറയാം, അവിടെ കടത്തുണ്ട്. അപ്പോൾ ഈ കടത്ത് അദ്ദേഹം നമ്മുടെ കവി, ബഹുമാന്യനായ കവി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ വള്ളത്തിൽ കയറി യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ കടത്തുകാരന് അവിടെ കൂലിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും അത് സ്വന്തം പാക്കറ്റിൽ നിന്ന് അപ്പോൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ചെറിയ തുകയൊന്നും ആയിരിക്കില്ല, എങ്കിലും അതൊക്കെ എടുത്ത് കൊടുക്കുന്നു. അതേപോലെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ കവിയുടെ വീട്ടിൽ തന്നെ ഈ മത്സ്യം വിൽക്കാൻ വരുന്ന നമ്മുടെ ഈ കടപ്പുറത്ത് നിന്ന് വരുന്ന ഒരു ബഹുമാന്യയായ സ്ത്രീ, അപ്പോൾ അവർ വന്ന് മീൻ കൊണ്ട് കൊടുക്കുകയും മാത്രമല്ല അവരുടെ ഈ മകളെ കല്യാണം ക്ഷണിച്ചപ്പോഴത്തേക്ക് വലിയ ദുർഘടം പിടിച്ച ഒരു കാലഘട്ടം കൂടെയായിരുന്നു. എങ്കിൽ തന്നെയും സ്വന്തം ഭാര്യയും കൂടെ കൂട്ടി ആ വിവാഹ ക്ഷണത്തിന് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതേപോലെ ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കവി, ഓരോ കവിതയിലാണ് ഇത് വരുന്നത്. പല കവിതകളുടെ കൂടെ ആ ആവിഷ്കാരങ്ങളിൽ കൂടെ ആ കഥാപാത്രങ്ങളെ കൂടെ ഞാൻ ഇങ്ങനെ ഈ പ്രത്യേകം ശ്രദ്ധിച്ചതുകൊണ്ടും തിരിച്ചറിഞ്ഞതുകൊണ്ടുമാണ് ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ എൻ്റെ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ശരവൺ മഹേശ്വർ എന്ന് പറയുന്ന തൂലികാനാമത്തോടു കൂടിയുള്ള
ഒരു ഇത്രയും മനോഹരമായ ഒരു പേര് തന്നെ അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാവനാസമ്പന്നമായ ഒരു ഇടപെടൽ സമൂഹത്തിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊഞ്ചള്ള പ്രദേശത്തിന് തന്നെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കവിതകളിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ നിത്യ സമ്പർക്കത്തിൽ കൂടെയും മാത്രമല്ല, ഈ ഒരു കവി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നോക്കും എന്തെങ്കിലുമൊക്കെ എഴുതുന്നതല്ല, ആ എഴുതുന്നത് പിന്നെ അത് ജീവൽഗതിയാണെന്നും അതായത് നിത്യജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന, അത് ഒരുപാട് പിന്നെ ഈ കഠിനമായ വേദനകൾ അനുഭവിക്കുകയും അതേപോലെ യാതനകൾ അനുഭവിക്കുകയും പല നാട്ടിൽ നേരത്തെ നമ്മൾ ഈ ലോഹമയ തറവാടെന്ന് പറഞ്ഞ പോലെ തന്നെ അത് ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി പല തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല കാലാവസ്ഥാ വ്യത്യാസങ്ങളിലും അതിൻ്റെ തീക്ഷ്ണതയും വൈകാരിക ഭാവങ്ങളും എല്ലാം ഇങ്ങനെ ധാരാളം കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ഇത് നമ്മുടെ മുമ്പിലേക്ക് ഒരു കവിതയായി കവിതാ സമാഹാരമായി കൊണ്ടുവരികയും മാത്രമല്ല അതിന് ഒരു നല്ല പേരാണ് അത് നിർദ്ദേശിച്ചിങ്ങനെ കാലമേ പാർവതിയോട് പറയൂ എന്ന് പറയുമ്പം കാലവും പാർവതിയുമായിട്ടുള്ള ആ അഭൗമമായ ആ ഒരു അടുപ്പം അത് നമ്മളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് യാതൊരു ചിലവുമില്ല എങ്കിൽ തന്നെയും അദ്ദേഹം ഇതെല്ലാം എത്രയോ രാത്രികൾ ഇങ്ങനെ ഉറക്കമിളച്ചിരുന്നാണ് ഈ കഠിനാധ്വാനം നടത്തുന്നത്. കവികളെന്ന് പറയുമ്പോഴത്തേക്ക് എഴുത്തുകാരെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും പേന വെച്ച് ഉന്തുന്നതാണ്. അല്ല, അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ എന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഇടമുറിയാത്ത വാക്കുകൾ അത് ഭാവസാന്ദ്രമായ വാക്കുകളായിരിക്കണം. ആ വാക്കുകളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഭാവന ലോകത്ത് നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയും നമ്മളെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരികയും രസിപ്പിക്കുകയും അതിലുപരി സർവോപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് എത്ര തലമുറ ഉണ്ടെങ്കിലും അത്രയും തലമുറയ്ക്ക് ഈ ഭാഷകൾ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന ആ സമാഹാരങ്ങൾ അത് കവിതയായിരുന്നാലും അദ്ദേഹം നോവലും എഴുതിയിട്ടുണ്ട്, ചെറുകഥ എഴുതിയിട്ടുണ്ട്, ഒക്കെ തന്നെ അത് ഈ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ഈ ONV സാർ പണ്ട് പറഞ്ഞ പോലെ പൂവൻകോഴി കൂവും, ആ പൂവൻകോഴി കൂവുമ്പോഴത്തേക്ക് ആ ശബ്ദം ലോകത്തെമ്പാടും ഉള്ള സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയും കൂടെയാണ് അവരുടെയൊക്കെ സ്വത്തും അവകാശവുമായി അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഇത് വരും തലമുറയ്ക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനും ഇനിയും ഉയരങ്ങളിൽ പിന്നെ വലിയ വലിയ പല സമ്മാനങ്ങളും രാജ്യം വിട്ടു തന്നെ ഈ പല രാഷ്ട്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഈ പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും വളരെ പ്രശസ്തനായി ലോകപ്രശസ്തനായി നമ്മുടെ മുമ്പിൽ വരട്ടെ എന്ന് മാത്രം ഞാൻ അതിയായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമസ്കാരം.